താത്ത വരുന്നുണ്ട് കേട്ടോ. അതെ, വരട്ടെ വരട്ടെ. ആ, നിങ്ങൾ വന്നല്ലോ അല്ലേ? ഉമ്ര കഴിഞ്ഞെത്തിയതാ? എന്തൊക്കെ സുഖം തന്നെ? നിങ്ങളെ കാത്തിരിക്കുന്നത് ഞങ്ങള്. എന്തിനെ? ഇത് കൊടുക്കണം, ഇത് കൊടുക്കണം. നിങ്ങൾക്കാണിത്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇത് വാങ്ങി കാത്തിരുന്നതാ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ആദരിച്ചതാ ഞങ്ങള്. പിന്നെ ആദരിച്ചാ മാത്രം ഞാൻ എത്ര കാട്ടിയേ? ഒരു കാര്യമുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇല്ല. ആ, അന്ന് നിങ്ങൾ കുടുംബശ്രീന്ന് ഒരു താത്തനെ കൊണ്ടുവന്നില്ലേ ഇവിടെ? എപ്പോഴും ബ്ലീഡിങ് ആണ് കാണിക്കാൻ കൂട്ടാക്കണില്ല. നിങ്ങൾ അതിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഉമ്രക്ക് പോയില്ലേ? സംഭവം എന്ന് വെച്ചാല് നമ്മൾ അന്ന് തന്നെ എല്ലാ ടെസ്റ്റും വിട്ടു. അപ്പൊ ക്യാൻസറിന്റെ തുടക്കമായിരുന്നു, ഗർഭാശയകള ക്യാൻസർ. അത് ഉടനെ കണ്ടുപിടിച്ചു. അപ്പൊ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ച് തുടക്കമായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് എവിടെയും അത് സ്പ്രെഡ് ആയിട്ടില്ലായിരുന്നു, അവിടെ മാത്രം. അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായി, ആള് പൂർണ്ണമായി മാറി. ക്യാൻസറേ ഇപ്പൊ ശരീരത്തിലില്ല. തന്നെ. അപ്പൊ നിങ്ങളല്ലേ അതിന് കാരണക്കാരി, നിങ്ങളല്ലേ ഞങ്ങൾ ആദരിക്കേണ്ടത്. അതിനോടൊന്നും പറയത് നിക്കില്ല എനിക്ക് നിസ്കരിച്ചാൻ കഴിയില്ല അത് ഇതെന്നൊക്കെ അങ്ങനെ കൊണ്ടുവന്നാ. അതാണ്, പെണ്ണുങ്ങളെ ഒരിക്കലും തനിയെ വരില്ല. അവരെ കാര്യങ്ങളൊക്കെ അവരെ അവഗണിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവര് ജീവിക്കുന്നത്. അതേസമയം ഭർത്താവിനാണ് എന്താ സംഭവിച്ചെങ്കിൽ ഉടനെ കൊണ്ടുവരും, മക്കളെ കൊണ്ടുവരും. പക്ഷെ സ്വന്തം കാര്യം പക്ഷെ നിങ്ങൾക്ക് ഇത്ര ബോധം വന്നല്ലോ. അതാണ് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യല് നിങ്ങളെ പറ്റി. നിങ്ങൾ എന്നാ ഇടക്കിടക്ക് വരണം കേട്ടോ. ഇനി നാളെ നിങ്ങൾ ക്ലാസ് എടുത്തില്ലേ? അതിനുശേഷം ഞാനും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. അതെ, ഞാൻ ക്യാൻസർ അവബോധ ക്ലാസ് എടുത്തിരുന്നല്ലോ. കാരണം ഈ മാസം എന്താണെന്നറിയോ, ഇത് സർവൈക്കൽ ക്യാൻസർ അവയർനെസ് മന്ത് ആണ്, ജനുവരി. അപ്പൊ ആ ക്ലാസ് കേട്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ബോധം വന്നത് അല്ലേ? ഇനിയും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടണം കേട്ടോ. നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ നമ്മളെ സ്ത്രീകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി, അതുപോലെ അവര് ഇങ്ങനൊക്കെ എന്തെങ്കിലും രോഗം വന്നാൽ, ക്യാൻസർ വന്നാൽ തന്നെ ഇപ്പൊ ഉടനെ ചികിത്സിച്ചുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ. ഇതിങ്ങനെ നീണ്ടുപോയി കുറെ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ വളരെ സാഡ് സ്റ്റോറിയാവും. നമ്മൾ അങ്ങനെ വരരുത് നമ്മളെ സ്ത്രീകൾ. പിന്നെ ഈ ക്യാൻസർ സർവിക്സിന് വാക്സിനേഷൻ ഉണ്ട്. അത് 9 വയസ്സ് തൊട്ടാണ് തുടങ്ങുന്നത്, മനസ്സിലായോ? 9 തൊട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് 2 ഡോസും 15 വയസ്സിന് മേലെ ഉള്ളവർക്ക് 3 ഡോസും. അപ്പൊ അതിലും പൂർണ്ണമായി ഈ രോഗം വരാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. കുത്തിവെപ്പുണ്ട് അതിന്. അതിനെ പറ്റിയൊക്കെ ഒന്ന് നിങ്ങൾ വന്ന് പറഞ്ഞു. എന്നാ പോട്ടെ സിസ്റ്ററെ, പോട്ടെ. ആയിക്കോട്ടെ. ശരി.